ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞതാ സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പേരൻസിൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയും സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സ്കൂളൊക്കെ അടച്ച ശേഷം സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കലും പണികളൊക്കെ തീർക്കലും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിലും രാവിലെ നമ്മളങ്ങനെ മദ്രസക്ക് വിട്ട ശേഷം പിന്നെയും പോയി കിടക്കും. പിന്നെ ജോലികളൊക്കെ തീരുമ്പോഴത്തേക്കും ഉച്ച 2 മണി 3 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. പക്ഷേ സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയല്ല. രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മളെ കിച്ചണത്തെ പണികളൊക്കെ തീരാറുണ്ട്. അപ്പോൾ ഇന്നലെ സ്കൂൾ തുറന്നെങ്കിലും ഇന്നലെ പിന്നെ 12:30 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. ഇന്ന് പിന്നെ 3:30 വരെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലഞ്ചും സ്നാക്സും ഒക്കെ കൊടുത്തു വിടണം. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള കലക്കി ദോശയാണ്. അതിലേക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങയും പൊട്ടുകടലയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ള നമ്മുടെ വെള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ചട്നിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തീയൊക്കെ കത്തിച്ച് ഞാൻ കുളിക്കാനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായ ശേഷം പിന്നെ വേഗം അത് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് ദോശയായി കിട്ടും. നന്നായിട്ട് തീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിനേക്കാളൊക്കെ ഭയങ്കര എളുപ്പത്തിൽ അടുപ്പിൽ കുക്കായിട്ട് കിട്ടാറുണ്ടല്ലേ. പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശ നമ്മളിങ്ങനെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഒട്ടി പിടിക്കുന്ന പോലെ ആയിരിക്കും. ചൂടോട് ഇങ്ങനെ ചുട്ട് കഴിക്കാനായിരിക്കും ടേസ്റ്റ്. അതുകൊണ്ട് അവർ വരാൻ നേരത്താണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം ക്യാബേജൊക്കെ അരിഞ്ഞ് അതും ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി അടുപ്പത്തിട്ട് നമ്മൾ റേഷൻ അരിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് 10 മണിക്കാണ് വരിക. അപ്പോൾ ഒരു 9 മണി 8:50 ആകുമ്പോഴാണ് അരി ഇടാറുള്ളത്. അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടുവിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ബൈ.